ഞാൻ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ ദേശത്തിന്റെ പലയിടങ്ങളിലായിട്ട് സൂക്ഷിച്ചു പരിപാലിച്ചു. ആ വലിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ കൂടി വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം തരുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരുവാനുള്ളവരെ ദൈവം കൂട്ടിവരുത്തട്ടെ. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രമാക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളെ നടത്തിയ ദൈവത്തെ നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കാണാം. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ, അനർത്ഥങ്ങളിൽ, സന്തോഷങ്ങളിൽ, ആനന്ദങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് നോക്കാം, ഒന്ന് മനസ്സിലാക്കാം. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ദേശം, ഈ ചുറ്റുപാടുകളിലൂടെ എല്ലാം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നന്മകൾ നൽകിയിരിക്കുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾക്ക് നൽകിയ വിശ്രമത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായിട്ടൊക്കെ സ്തോത്രം. ഈ പകൽക്കാലം വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകുന്ന ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ചിലവിടുന്ന സമയം ഏറ്റവും ഗുണകരമായ, ആത്മീയമായ, നന്മകളാൽ സമൃദ്ധമായ സമയവും സന്ദർഭവും ആയിരിക്കാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ആ വാഗ്ദത്ത വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവികമായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ, ഈ പകൽക്കാലം അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപകളും നന്മകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവെ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ ചുറ്റുപാടുകളിലും ഒക്കെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ ഒന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവ് ഞങ്ങളെ അലട്ടുന്നതായ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മനസ്സിലാക്കുവാൻ, അതിനൊക്കെ വേണ്ടി ഞങ്ങളുടെ സന്നിധിയിൽ മധ്യസ്ഥത നടപ്പാൻ, പ്രാർത്ഥനയിലായിരിക്കാൻ ഈ പകൽക്കാലം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരക്കോടെയല്ല, നല്ല സ്വസ്ഥതയോടെ സമാധാനത്തോടുകൂടെ കർത്താവിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ ആയിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും വചനം സംസാരിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും വചനം കർത്താവെ പങ്കുവയ്ക്കുന്നവരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഒക്കെ ശുശ്രൂഷ ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് കൂടിവരവിന് അനുഗ്രഹമായി തീരണമേ, നന്മയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കടന്നു വരേണ്ടവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവെ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതം വിശ്വാസത്തിന്റെ ആഘോഷമാക്കി തീർക്കുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ആദിയോടന്തം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിഥുൻ കോശി ആൻഡ് ഫാമിലിയാണ്. പ്രത്യേകിച്ച് മിഥുനെയും കുടുംബത്തെയും അതിനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം സങ്കീർത്തനം വായിക്കുന്നത് നിധിൻ ജേക്കബാണ്. പാട്ടുപാടിയതിനു ശേഷം നിധിന് 14-ാം സങ്കീർത്തനം വായിക്കാവുന്നതാണ്. ആദ്യത്തെ പാട്ട് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
അടുത്ത പാട്ട് അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരി. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. താങ്ക് യു മിഥുനാശ്. താങ്ക് യു. യെസ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 14, സാംസ് 14. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യ
പുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിയോട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വിശ്വാസം നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഒരുപാട് ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ പതിയിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, എല്ലാം ആകസ്മികമായിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഓരോരോ പുതിയ ദിവസങ്ങളും ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ തന്നെ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു അവസ്ഥ ദൈവം ഈ പകൽക്കാലം നമുക്ക് സഭയായി നൽകിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വാസ്തവമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അസംഖ്യം നന്മകളെയും എണ്ണമില്ലാത്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജോലി, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്, അനുഗ്രഹങ്ങൾ, സാധ്യതകൾ എല്ലാം ദൈവത്തിന്റെ വലിയ കൃപകളും നന്മകളും അനുഗ്രഹങ്ങളുമാണ്. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവേ, ആ നന്മകളുടെ ഒക്കെ മധ്യത്തിൽ ദൈവികമായ ബോധ്യത്തോടുകൂടെ ദൈവമാണ് ഇതൊക്കെയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ വലിയ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് മറ്റുള്ളവരുടെ മുൻപിലൊക്കെ താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും ശാന്തതയോടും സമാധാനത്തോടും ഒക്കെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നാളുകളിൽ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തും. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ താളപ്പിഴകളും, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും, നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിന്റെ ചിന്തയിൽ നിന്ന്, ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മാറിപ്പോയതായിട്ടുള്ള നമ്മുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അത് നമ്മുടെ ജീവിതം മുഴുവൻ സർവാത്മന ചെയ്യുവാൻ, നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് നന്ദിയോടുകൂടെ പൂർണ്ണമായിട്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ, നമ്മെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ആരാധനാ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള നമ്മുടെ സംസർഗത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അറിഞ്ഞോ അറിയാതോ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. ദൈവത്തിന് നൽകേണ്ടുന്ന മഹത്വം, ദൈവത്തിന് നൽകേണ്ടുന്ന മാനം പലപ്പോഴും നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഇതൊക്കെയും ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ പ്രാഗൽഭ്യമാണ്, ഞങ്ങളുടെ സാമർഥ്യമാണ് എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ സ്വയം ആശ്രയിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കുറവുകളൊക്കെ
ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും, എല്ലാ ബലഹീനതകളെയും, എല്ലാ പോരായ്മകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ. നമ്മുടെ വാക്കിൽ വന്നുപോയ കുറവുകൾ, പലപ്പോഴും പറയാൻ പാടില്ലാത്ത വാക്കുകൾ, ഉച്ചരിക്കാൻ പാടില്ലാത്ത വാക്കുകൾ നമ്മൾ ഉച്ചരിച്ച് പോയത്, പലരോടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞു പോയത്, മറ്റു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചത് പലപ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ ഒക്കെ മറ്റുള്ളവർക്ക് വ്യസനകരമായത്, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ കുറവുകളും ആ ബലഹീനതകളും ആ വീഴ്ചകളും എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ. ദൈവമേ, ഞങ്ങളോട് ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ ബലഹീനതകളൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ ആലോചനകൾ കൊണ്ട്, ഞങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ദൈവമേ, ഈ പകൽക്കാലം ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയാൻ. നമ്മുടെ പാപങ്ങളെ ഒക്കെ, നമ്മുടെ കുറവുകളെ ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ ക്ഷമയും കരുണയും ഒക്കെ പ്രാപിച്ച് ശക്തിയോടുകൂടെ ജീവിപ്പാൻ, ദൈവികമായ ബലത്തോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ നാളുകളിൽ സഹായിക്കണമേ. നമ്മളെ അതിനായിട്ട് ദൈവം ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയായി, നമ്മുടെ സഭ സമൂഹമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും തെറ്റുകളെയും ഒക്കെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമ പാടുകളോടുമൊക്കെ നിരപ്പ് പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുന്ന ഒരു സഭയായി, സമൂഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ആരും പൂർണ്ണരല്ല, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫോളിങ്സ് ആൻഡ് ഫെയിലിങ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ക്ഷമ പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറുമ്പോൾ, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങുമ്പോൾ വന്നുപോയ വീഴ്ചകളേക്കാൾ അധികമായ വലിയ വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് പലപ്പോഴും ഒരുക്കമാണെങ്കിലും നമ്മുടെ ശരീരം പലപ്പോഴും ബലഹീനമാണ്. നമ്മൾ ഒരുപാട് ബലഹീനതകളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യേ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും സംഭവിക്കാം. എന്നാൽ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണുപോയി, ഞാൻ ശക്തിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, ഞാൻ വീണുപോയ മനുഷ്യനാണ്, ഞാൻ ബലഹീനനായിട്ടുള്ള മനുഷ്യനാണ്, ആ ബലഹീനതകളും ആ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താവേ, ഈ പകൽക്കാലം എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയാം. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ക്ഷമ പ്രാപിച്ച്, ദൈവസന്നിധിയിൽ നിന്ന് ക്ഷമയുടെ ശക്തി പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, കരുണ പ്രാപിക്കുന്ന ഒരു സമൂഹമായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. മറ്റുള്ളവരെ ഓർക്കാനും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഓർക്കാനും ഒക്കെയുള്ള ഒരു സമയമാണല്ലോ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ഒരു വിശ്വാസ സമൂഹം, ഒരു കൂട്ടായ്മ, സഹോദരങ്ങളുടെ ദൈവജനത്തിന്റെ ഒരു കൂട്ടം ദൈവം നമ്മൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ ദേവാലയം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂട്ടങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, അതൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സഭയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, എൻ്റെ സഭയ്ക്കായി, എൻ്റെ ഇടവകയ്ക്കായി, എൻ്റെ ഇടവകയിലെ ജനങ്ങൾക്കായി, എൻ്റെ സഹവിശ്വാസികൾക്കായിട്ടൊക്കെ സ്തോത്രം. ഞങ്ങളെയൊക്കെ ഇത്രത്തോളമൊക്കെ പുലർത്തുന്നല്ലോ, നയിക്കുന്നല്ലോ, നടത്തുന്നല്ലോ അങ്ങയുടെ വലിയ ദയക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് നമുക്ക് മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ വിശ്വാസത്തിലുള്ള സംഘം ചേരലുകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് അതൊന്നും ഒരു പ്രോഗ്രാമുകളായിട്ട് തീരാതെ, മറ്റുള്ളവരുടെ ഒരു ഓർഗനൈസേഷൻ സ്കില്ലിന്റെ ഒരു പ്രദർശനമായിട്ട് തീരാതെ, ഇതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ നമ്മൾ ദൈവത്തിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസത്തെയും നമ്മുടെ സഹവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുവാനും, അതൊക്കെ നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസത്തിൽ, വചനത്തിൽ രൂപാന്തരപ്പെടുത്തുവാനും രൂപീകരിക്കുവാനുമുള്ള നല്ല അനുഭവങ്ങളായി
നല്ല കൂട്ടായ്മകളായി, നല്ല കൂടിച്ചേരലുകളായി തീർക്കണമേ എന്ന് നമുക്ക് മനഃപൂർവ്വമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾ, പല വലിപ്പത്തിലുള്ള പല എണ്ണത്തിലുള്ള കുടുംബങ്ങൾ, ഒറ്റയ്ക്കുള്ളവരുണ്ട്, ഏകരായി പാർക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പാർക്കുന്നവരുണ്ട്. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ദൈവമേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ആശീർവദിക്കണമേ, ദൈവത്തിന്റെ വലിയ കൃപയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പല ഇടങ്ങളിൽ പല ദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് നമ്മൾ പരസ്പരം. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ, നമ്മുടെ കുടുംബങ്ങളിലെ പ്രായമായിരിക്കുന്ന, ആ പ്രായത്തിന്റെ ക്ഷീണത്തിലായിരിക്കുന്ന, ബലഹീനതയിലായിരിക്കുന്ന, ശാരീരികമായ ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്തിലും ക്ഷീണത്തിലും ബലഹീനതയിലും പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുന്ന എല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും ദൈവകൃപകളും ഒക്കെ നൽകണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഭവനങ്ങളിലൊക്കെ ദീർഘനാളുകളിലായിട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ എല്ലാ പ്രായമായവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഓമന ആന്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ദൈവം പ്രിയപ്പെട്ട ദാസിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രായമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് CA ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട ദാസനെ നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട്, സമാധാനത്തിനായിട്ടൊക്കെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആന്റിക്ക് വേണ്ട ദൈവകൃപ കൊടുക്കണമേ. പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ട ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ ആന്റിയെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും രോഗാവസ്ഥയിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ. ആരോഗ്യവും അനുഗ്രഹങ്ങളും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായാധിക്യത്തിന്റെ അവസ്ഥയിലും ക്ഷീണത്തിലും രോഗത്തിലും ആയിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ദീർഘനാളുകളായിട്ട് പലവിധമായ രോഗത്തിന്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രീറ്റ്മെന്റിലായിരിക്കുന്നവർക്ക് വേണ്ടി, വിവിധ രോഗങ്ങളുടെ ചികിത്സയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അതിന്റെ ട്രീറ്റ്മെന്റ് കാലഘട്ടത്തിലായിരിക്കുന്നവര്, അതുപോലെയുള്ള അതിന്റെ സർവൈവൽ പീരീഡിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ എല്ലാ രോഗികളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പനിയുടെ പ്രയാസത്താലൊക്കെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അതുപോലെ തന്നെ മറ്റനേകം ശാരീരികമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിനായി, നമ്മളെ മുൻപോട്ട് നയിച്ച് നടത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രോഗികളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുത്തും അകലെയുമായി നമ്മുടെ അറിവിൽപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽപ്പക്കക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അത്തരത്തിൽ പലതരത്തിൽ രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ഇതൊരു അവധി സമയമാണല്ലോ. ആ സമയമൊക്കെ ദൈവികമായ നന്മയിലൊക്കെ ചെലവിടുവാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി VBS ഒക്കെ ക്രമീകരിക്കുന്നല്ലോ. ആ VBSലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുത്ത് ദൈവകൃപ പ്രാപിപ്പാനായിട്ട്, ദൈവജ്ഞാനത്താൽ നിറയപ്പെടുവാൻ, ദൈവികമായ നന്മകളാൽ നിറയപ്പെടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ
നമുക്ക് ഓർക്കാം. അവരുടെ അധ്വാനം, അവരുടെ ഒരുക്കം എല്ലാം അനുഗ്രഹമായിരിക്കാൻ നന്മയെക്കുറിച്ച് ചെയ്യുന്നവർ, അങ്ങനെയുള്ള എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. അവർക്ക് നല്ല ഉപജീവന മാർഗങ്ങളൊക്കെ നൽകി, നല്ല ജോലിയൊക്കെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനാർത്ഥം വിദേശങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ, ദൈവവഴി വിട്ടുപോകാതെ ദൈവത്തിന്റെ കൃപയിലൊക്കെ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദേശത്തിലും സ്വദേശത്തുമൊക്കെയായി ജോലിയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെയിരിക്കണമേ, സഹായിക്കണമേ, ആവശ്യങ്ങളിലൊക്കെ കൂടെയിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതുപോലെ മാർക്കറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, മാനേജ്മെന്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ നാളുകളിലൊക്കെ ജോലിയുടെ സമ്മർദ്ദങ്ങളൊക്കെ വളരെ ഏറുകയാണ്. പല കുഞ്ഞുങ്ങളും പലരും അതിനെയൊക്കെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒന്നും തരണം ചെയ്യാനാവാത്ത വിധം ജീവിതത്തിൽ നിന്നൊക്കെ ചിലരൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. സൂയിസൈഡ് ടെൻഡൻസീസ് ഒക്കെ വർദ്ധിക്കുന്ന, സ്ട്രെസ് ഏറുന്ന ഒരു കാലഘട്ടം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് IT ഫീൽഡിലും മാനേജ്മെന്റ് ഫീൽഡിലും മാർക്കറ്റ് ഫീൽഡിലും ഒരു കോമ്പറ്റീഷനൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് യങ് കപ്പിൾസിനെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവികമായിട്ടുള്ള കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അതിനെയൊക്കെ അതിജീവിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട്, നമ്മുടെ ഒട്ടനവധി കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം നമുക്ക് ഓർക്കാം. സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിപ്പാൻ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമാണ്. അതിന്റെ മധ്യത്തില് ദൈവികമായ കൃപയോടുകൂടി അതിനെയൊക്കെ നേരിടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപജീവന മാർഗത്തിലായിരിക്കുന്ന, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സർവീസ് മേഖലയിലായിരിക്കുന്നവര്, ഗവൺമെന്റ് ജോബിലായിരിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനം അവരുടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ അനുഗ്രഹം, മറ്റുള്ളവരുടെ നന്മയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയില് വിവാഹപ്രായമെത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. അവർക്ക് തക്ക തുണകളെ, അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതൊരു വലിയ ഒരുക്കമാണല്ലോ അവരുടെ ജീവിതത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുകയാണല്ലോ. അതുകൊണ്ട് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നന്നായിട്ട് ഒരുങ്ങി, വിശ്വാസത്തോടുകൂടി ഒരുങ്ങി ഒരു നല്ല കുടുംബ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ വിവാഹമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെയൊക്കെ ജീവിതത്തിലെ പ്രയാസങ്ങളിലെയൊക്കെ അതിജീവിപ്പാൻ, വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തിക്താനുഭവങ്ങളിൽ ഒന്നും അവർ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, അവർ ധൈര്യത്തോടെ ജീവിതം മുൻപോട്ട് പോകുവാനുള്ളതാണെന്നുള്ള ചിന്തയോടുകൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ, അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല അവർക്കൊക്കെ നല്ല തലമുറകളെ ഒക്കെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം ആശീർവദിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാരിങ് ആയിട്ടുള്ള എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കുന്നവരുണ്ട്, ഡെലിവറി ഡേറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ നല്ല വിടുതലൊക്കെ ദൈവം നൽകി നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ജീവയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൂരസ്ഥരായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം കാക്കണമേ എന്ന്. നമ്മുടെ പല മെമ്പേഴ്സും കേരളത്തിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട്, പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ കാക്കണമേ.
നമ്മളിൽ നിന്നൊക്കെ അകലങ്ങളിലായിരിക്കുന്നെങ്കിലും അവരെ ദൈവം തൻ്റെ കരവലയത്തിൽ അവരുടെ കൃപയിൽ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണൽ വയലൻസിലായിരിക്കുന്ന സ്ഥലങ്ങളെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് ഓർക്കാം. ഇസ്രായേൽ പലസ്തീൻ, ഇസ്രായേൽ ലെബനോൻ, ഇസ്രായേൽ യമൻ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെല്ലാം ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് പേർ മിഡിൽ ഈസ്റ്റിലുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ പ്രശ്നങ്ങളും ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. നമ്മുടെ ഭാരതത്തിലുള്ള, കേരളത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായി നീതിയുക്തമായി പരിഹരിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. റഷ്യ ഉക്രൈൻ വാർ, അതുപോലെയുള്ള എല്ലാ ആഗോള തലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയിട്ട്, മിഷൻ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ എല്ലാ അച്ഛന്മാരെയും ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അവരെ കാക്കണമേ, പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ സഭയെ നമുക്ക് ഓർക്കണം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നമ്മുടെ യൂത്ത് സൺഡേ ആണല്ലോ. 10-ാം തീയതി മുതൽ നമ്മുടെ VBS ആരംഭിക്കുന്നു. ഈ മാസം നമ്മുടെ ഫാമിലി സൺഡേ ആണ്. അതിനുശേഷം ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വരുന്നു. ഡിസംബർ മാസത്തിൽ കരോൾ റൗണ്ട്സ് ഉണ്ട്, കരോൾ സർവീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ശുശ്രൂഷകളൊക്കെ ഈ നാളുകളിൽ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇടവകയെ, നമ്മുടെ ജനങ്ങളെ ഒക്കെ ദൈവം കാക്കണമേ. നമ്മുടെ ഇടവക ശുശ്രൂഷകളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും സങ്കടങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം നമുക്ക് വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ദൈവം അനുഗ്രഹീതമായ നമ്മുടെ തലമുറകളെ, നമ്മുടെ സഭയെ മുൻപോട്ട് നയിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ മിസ്സസ് ലീജ ചെറിയാൻ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. Our loving Heavenly Father, we thank you for this morning where we've gathered to praise and worship you. We're grateful for this time of fast and prayer, to draw closer to you, to listen to you for your guidance and align to your will. Fill us with your peace, knowing that we cast our burdens on a mighty God, a God who cares and loves us. Help us to trust in your plans, knowing that you are a God who is faithful and trustworthy. We bring to you our special prayers as we intercede for those in need, healing for the sick, comfort for the grieving, and provision for the struggling. We remember all the people whom Achan has placed in your name for healing, for restoration. Lord, we especially pray for Sir Jacob Uncle as he battles through his illness, and that your healing hand is upon him as he goes through his treatment. Our special prayer is with Lexi and Neetu and their family members as they're going through the loss of their dear father. Lord, strengthen them as they go through this loss, and knowing that your eternal peace, that their father is living in your eternal peace, and that we have the promise of seeing them on the other side. Lord, at this particular time, I also would like to take time to pray for one of my teacher's husband, who's on the ventilator for the past 3 days. Lord, he's a young man. He's had a heart stroke, and he's battling for his life with multiple organ failure. Lord, place your healing hands on him, Lord. Let the family enjoy your healing presence, and may he come out of the ventilator and may he come back to life, Lord. Lord, we pray for all people who are going through these difficult times. Lord, we know that you are with us. We know that your presence assures us that whatever we may be going through,
you will be there with us, standing by our side. Lord, we pray for our church as a whole. We pray that we are a praying community, just as we learned in the Women's Fellowship Retreat, that we need to be a community that prays together, that praises together, Lord. And we need to be a community that upholds each other, that empathizes with each other, that stands with each other at difficult times and rejoices when there's a time to glorify you. Lord, we pray that we bless all the members of our church, different people, the elderly, the young, the children, each of them going through their own trials and tribulations, Lord. There may be some people who are not able to talk about their difficulties out in public, Lord. We know that you are there. You are a healing God who stands with us, and we know that you are there to assure us of your presence and that you will lead us through any difficult time that we go through. Lord, we also must learn that we often dwell on our shortcomings. We often dwell and complain about what we do not have. Help us, Lord, to count on our abundant blessings, and that we are constantly assured that whatever we may go through, you are there by our side. And that we just have to wait for our time, and that you will give us everything that we need at your time. Help us to wait patiently for your will, Lord. We pray, Lord, for our Achana and our Kochuma and their children. We pray that you lead them mightily in their ministry, Lord, that you are there to bless them and empower them as they go on with their ministry in keeping this church together, in helping us all understand the word of Lord and leading by example, Lord. We pray for all those who are present here, Lord. We pray for the ones who are here praying fervently for everybody around. We pray for all the people who are not here, maybe because of illness, maybe because of their jobs, maybe for any other reason, but Lord, bless them. Lord, we pray that your abundant, everlasting love be with all of us. All this we ask in the name of our mighty Lord and Savior, Jesus Christ. Amen. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. എന്നു നീരാവിൻ തുടച്ചിടുമേ, കരുണയൻ കരം നീട്ടിടുമേ. കണ്ണുനീരാവിൻ തുടച്ചിടുമേ, കരുണയൻ കരം നീട്ടിടുമേ. എന്റെ കാൽവറി നായകനീശു മതി, നിന്റെ പാപങ്ങളകറ്റിടുവാൻ. എന്റെ കാൽവറി നായകനീശു മതി, നിന്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാ
അതിവേഗം അകറ്റിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാ അതിവേഗം അകറ്റിടുമേ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമത് സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലം നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക്, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നാളുകളിലൊക്കെ നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഒക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപകളും ഒക്കെ അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്. നമ്മളിലെല്ലാം ഒരു വലിയ ഒരു എന്തൂസിയാസം, ഒരു താല്പര്യം, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൂടെ നടക്കുന്ന ശുശ്രൂഷകളിൽ, സഭയുടെ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുവാനും അതിൽ ഭാഗമാകുവാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം നമുക്കൊക്കെ ഉണ്ടാകുന്നത്, അത് കാണാൻ കഴിയുന്നത് ഈ സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. So the excitement of the community, in fact, inspires the leaders, the servants, to take this excitement forward. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്കൊരു സന്തോഷം, ഒരു ഉത്സാഹം ഉണ്ട് എന്ന് കാണുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ, അത് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുമ്പോൾ, ഞങ്ങൾ ശുശ്രൂഷകരെന്നുള്ള നിലയിൽ, ശുശ്രൂഷകരുടെ കുടുംബം എന്നുള്ള നിലയിൽ ഈ സഭയെ കൂടുതൽ സ്നേഹിക്കാനും സഭയുടെ ശുശ്രൂഷകളിലൊക്കെ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ, കൂടുതൽ താല്പര്യത്തോടുകൂടെ, കൂടുതൽ സമർപ്പണത്തോടുകൂടെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ, in long run, things will become so mechanical. നമ്മുടെ ജീവിതവും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. Sometimes our life also become so mechanical. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ യാന്ത്രികമായി, സാങ്കേതികമായി ചെയ്യും. അത് സ്നേഹമാണെങ്കിലും കരുതലാണെങ്കിലും എന്താണെങ്കിലും അത് യാന്ത്രികമായി പോകും. when we do it on the basis of a timetable. അല്ലെ, നമ്മൾ പിന്നെ ഒരു ടൈം ടേബിളിന് വേണ്ടി ചെയ്യും. are we completely maintaining the timetable? അതിലേതെങ്കിലുമൊക്കെ, ഇപ്പം നിങ്ങളൊക്കെ അധ്യാപകരുണ്ട്, ടൈം ടേബിളിനകത്ത് ചിലപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പം ആരെങ്കിലും ഒരു ടീച്ചർ ഒരു പീരീഡിൽ ഇല്ലെങ്കിൽ, സാധാരണഗതിയിൽ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് അതൊന്ന് റെസ്റ്റ് എടുക്കാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെയാണ്. ആ സമയത്ത് മാത്സ് ടീച്ചർ ബുക്കുമായിട്ട് കയറി വരുമ്പോൾ പിള്ളേർ ശപിക്കാൻ തുടങ്ങും, അയ്യോ ഒരു സമയം പോലും വെറുതെ. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ സാറന്മാർ അവധിയാണെങ്കിൽ നമ്മൾ ഉടനെ പോകുന്നത് ഡ്രില്ലിന് പോകാന്ന് പറയാം. അങ്ങനൊരു പീരീഡ് ഉണ്ടായിരുന്നു, ഡ്രില്ല്. നമ്മുടെ ഡ്രിൽ മാഷ് വന്ന് നമ്മളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി, പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഓട്ടവും ചാട്ടവും പിന്നെ ഒരുപാട് ഇങ്ങനെ കളികളും ഒക്കെ ചെയ്യും. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാം നമ്മുടെ ടൈം ടേബിൾ മുഴുവൻ ഡ്രില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? സോ വി എക്സ്പെക്ട് സം റിലാക്സേഷൻ ഹു ആർ പാർട്ട് ഓഫ് എ ടൈം ടേബിൾ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്നില്ല ഈ ടൈം ടേബിളിൽ നിന്ന് മാറി
എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അനുഷ്ഠിക്കാൻ, എക്സൈറ്റ്മെൻറ്റോടുകൂടെ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് നമ്മൾ സഭയും സഭയുടെ ശുശ്രൂഷകളും ഒന്നും ഒരു ടൈം ടേബിൾ ആകാൻ പാടില്ല. അതായത് ഒരു മെക്കാനിക്കൽ ആകാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ തുടങ്ങേണ്ട 2-3 മാസമാണ്. അത് മെക്കാനിക്കൽ ആകാനായിട്ട് പാടില്ല. വി മസ്റ്റ് എൻജോയ്, വി മസ്റ്റ് സെലിബ്രേറ്റ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പാട്ട് പാടാൻ പറയുമ്പോഴും, അതുപോലെ ഒന്ന് വേദപുസ്തകം വായിക്കാൻ പറയുമ്പോഴും, പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോഴും, അയ്യോ ഇതൊരു വലിയ ഒരു സംഭവമാണെന്ന് ചിന്തിക്കുക. നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം, അതിനെ ആഘോഷിക്കാൻ. ഇറ്റ്സ് പേഴ്സണലി ഇറ്റ് ഇസ് എ ടൈം ഫോർ മീ ടു സെലിബ്രേറ്റ്. ദൈവം നമുക്ക് നൽകിയ ഈ നന്മകളും അനുഗ്രഹങ്ങളും കഴിവുകളും ഒക്കെ. നമ്മളിലൊക്കെ ഒരുപാട് താലന്തുകളുണ്ട്. അതൊന്നും പലപ്പോഴും തിരിച്ചറിയാറില്ല, നമ്മൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു വട്ടം ഒന്ന് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ ഓപ്പണായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ ഭയമാണ്. ഒരു വട്ടം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഓ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഡു ദാറ്റ്. അതൊരു വലിയ ചിന്തയാണ്. ബട്ട് unless and until we try it for the first time, we will not realize that energy in us. We will not realize that potential God has given in us. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരിക്കലും അതിനെ ഒരു ബേർഡൻ ആയിട്ടൊന്നും കാണരുത്. സെലിബ്രേറ്റ് ഇറ്റ് അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ വരും. എല്ലാത്തിനും ഞാൻ പ്രസംഗത്തിന് ചേരും, ലളിതഗാനത്തിന് ചേരും, കവിതാ പാരായണത്തിന് ചേരും, ശാസ്ത്രീയ സംഗീതത്തിന് ചേരും, എല്ലാത്തിനും. ഒന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര കൂവല. കാരണം പരിപാടി ഫ്ലോപ്പാ. അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ, ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ട് ചെയ്യുന്നതാണോ? ലളിതഗാനമൊന്നും പഠിച്ചിട്ട് നമ്മൾ അന്നേരം ഒരു പാട്ടൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ അങ്ങ് പോവും. ശാസ്ത്രീയ സംഗീതത്തിൽ എന്തെങ്കിലും സരിഗമ പദനിസയൊക്കെ ഉള്ള സാധനമൊക്കെ നമ്മൾ വെച്ച് പാടും. ഒന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ബട്ട് see, we celebrate, even if we are not expert, even if we are not well versed in what we do, even if we are not very thorough with what we do, let us celebrate it. അല്ലേ? കഴിഞ്ഞ നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിന്റെ റിട്രീറ്റിന്റെ സമയത്ത് അവരുടെ ഒരു കോറിയോഗ്രാഫി നിങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഫോട്ടോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു വലിയൊരു ടീം വർക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കളിയാക്കി പറഞ്ഞു, നിങ്ങളാരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, നമ്മൾ പെർഫെക്റ്റ് ആണോ? അതിനകത്തൊന്നും സെലിബ്രേറ്റ് ചെയ്യാനില്ല. നമ്മൾ ഇച്ചിരി ഇച്ചിരി മിസ്റ്റേക്സും ഒക്കെ മെക്കാനിക്കലായി പോകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ കീപ് ദാറ്റ് സ്പിരിറ്റ്, കീപ് ദാറ്റ് എക്സൈറ്റ്മെന്റ് ഇൻ ദ ചർച്ച്. നമ്മുടെ സഭയിൽ, നമ്മുടെ കൂടിവരവിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. ആരാധിക്കാൻ നമ്മൾ ഇത്രയും ദൂരമൊക്കെ ദേവാലയത്തിൽ നിന്ന് കടന്നു വരണം. എന്തോ കിട്ടാനാ? അതിപ്പോൾ വീട്ടിൽ ഇരുന്നാൽ എനിക്കിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് CSI ആരാധനകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കണ്ട് എനിക്ക് പക്ഷെ ഇങ്ങനെ അല്പം റിസ്ക് എടുത്തും സഞ്ചരിച്ചും ഒക്കെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ചേർന്ന് നമ്മളെ ദൈവത്തെ ആരാധിക്കുന്നതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിനകത്തൊരു വലിയ ഒരു എന്താ പറയുക, ഒരു ആഹ്ലാദമുണ്ട്, ഒരു അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ കാര്യമായി, വളരെ ഗൗരവമായി ദൈവത്തിന്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതൊക്കെ വളരെ നമ്മുടെ ജീവിതത്തെ പ്രായോഗികമായിട്ട് മാറ്റാനായിട്ട് ഇടയാവണം. സോ the word of God, the meanings of the word should transform and translate our lives. നമ്മുടെ ജീവിതത്തെ അത് മാറ്റണം, നമ്മുടെ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് ദൈവത്തിന്റെ വചനം അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. Unless and until the word of God, the meanings, the impact of the word of God transform us, it is not fulfilled. അതൊരിക്കലും അത് പൂർത്തിയാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പൂർത്തിയാക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളൊക്കെ ഉണ്ടാകണം. നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് ദീർഘമായി നമ്മൾ ചിന്തിച്ചു. നമ്മൾ അതുപോലെ തന്നെ എലൈജയെ കുറിച്ച്, ഏലിയാവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ദീർഘമായിട്ട്
നമ്മൾ ചിന്തിച്ചു. നമ്മൾ വ്യക്തികളെ കുറിച്ച്, സംഭവങ്ങളെ കുറിച്ചൊക്കെ ദീർഘമായിട്ട് പഠിക്കാനും ആഴമായിട്ട് പഠിക്കാനും വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത് അതിനെ തിരിച്ചറിയാനും ഒക്കെ ശ്രമിക്കുന്നത് ഇതിലെ ഈ പഠനങ്ങളും ഈ ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനാണ്. ഡോണ്ട് സിംപ്ലി ഹിയർ ആൻഡ് ലീവ് ഇറ്റ്. അത് കേട്ടിട്ട് കളയാനായിട്ടല്ല. അതിൽ നിന്ന് ചില വാട്ട് ഈസ് ദ ടേക്ക് അവേ, വാട്ട് ഈസ് ദർ ടു ടേക്ക് ഫോർ മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിന് തുടർന്നുള്ള സമയങ്ങളിൽ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും. വാട്ട് വുഡ് ബി യൂസ്ഫുൾ ഫോർ മീ ഫോർ മൈ ഫ്യൂച്ചർ ലൈഫ്. എൻ്റെ ഭാവികാല ജീവിതത്തിന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ നിന്ന് എന്തെല്ലാമാണ് എനിക്ക് ഗുണകരമായിട്ട് തീരുന്നത്. അതിനെയൊക്കെ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും റീബിൽഡ് ചെയ്യാനും റീഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വി ഹാവ് ബീൻ ടേക്കിംഗ് ഇൻസിഡൻസ് ആൻഡ് ഈവൻസ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ചില സംഭവങ്ങളും ചില വ്യക്തികളെ കുറിച്ചും മോർ ഓർ ലെസ് തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് ഒരു ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ ചുറ്റുപാടുകളിൽ സംഭവം. നമ്മൾ ആദ്യം ചിന്തിച്ചത് ഐസക്കിനെ കുറിച്ചാണ്. ഐസക്കിന്റെ വ്യക്തി ജീവിതത്തിൽ, ഐസക്കിന്റെ ജീവിത ചുറ്റുപാടുകളിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിശ്വാസ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വർത്തമാനകാല പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പകർത്താൻ കഴിയുന്ന, നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഐസക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എലൈജയെ കുറിച്ചാണ്, ഏലിയാവിനെ കുറിച്ചാണ്, ഏലിയാവിന്റെ പ്രോഫറ്റിക് മിനിസ്ട്രിയെ കുറിച്ചും ഏലിയാവിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ പ്രവാചക ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ഏലിയാവ് അനുഭവിച്ച പ്രതിസന്ധികളെ കുറിച്ചും ഏലിയാവ് അനുഭവിച്ച ദൈവത്തിന്റെ പരിപാലനത്തെക്കുറിച്ചും പരിലാളനത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത്. സോ the Bible, the biblical history is not exclusively about the individuals and their experiences. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും ഈ വ്യക്തികളെ കുറിച്ച് മാത്രം വിവരിക്കുന്നതോ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് മാത്രം നമ്മളോട് വിവരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് അല്ല, ഒരു സേക്രഡ് ടെക്സ്റ്റ് അല്ല. ഇറ്റ് ഓൾസോ നമ്മൾ പലപ്പോഴും അതൊരു വ്യക്തികളുടെ ജീവിത അനുഭവമായി കാണുമ്പോഴും there is always a community which is impacted by the experience of the individual. ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് ഇമ്പാക്ട് ചെയ്യപ്പെടുന്ന, അതിനാൽ അതിൻ്റെ നന്മകളും തിന്മകളും അതിൻ്റെ ആഘാതങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. We should always see communities around the individuals, in the biblical individuals. അല്ലെ, വിശുദ്ധ വേദപുസ്തകത്തിലെ വ്യക്തികളുടെ ചുറ്റുപാടുകളിൽ സമൂഹങ്ങളുണ്ട് എന്ന്, അവരുടെ ജീവിതങ്ങളൊക്കെ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് അലൂഫ് ഫ്രം ദി കമ്മ്യൂണിറ്റീസ്. ഏലിയാവിനെ ഒരിക്കലും ആഹാബിന്റെ ഒരു രാജകീയമായ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മാറ്റിക്കാണാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഹി വാസ് വെരി മച്ച് ഇൻവോൾവ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ലൈഫ്, in the social life of that time, Ahab's time. ആഹാബിന്റെ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക ജീവിതത്തിൽ, ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ he was very much part, and he intervened in that life with a different perspective, with different goals. വളരെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടെ ഏലിയാവ് എന്ന പ്രവാചകൻ ആഹാബ് എന്ന രാജാവിന്റെ ഭരണ കാലഘട്ടത്തിൽ ഇടപെട്ടതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ സാറാഫാത്തിലെ വിധവയെ കാണുന്നു, മകനെ കാണുന്നു, അതുപോലെ തന്നെ കാക്കയെ കാണുന്നു, ഒരു പ്രകൃതി, ഒരു എൻവയൺമെന്റ്, ഒരു ഹാബിറ്റാറ്റിനെ കാണുന്നു, ഒരു ചുറ്റുപാടിനെ കാണുന്നു. ഇതെല്ലാം നമ്മളുടെ മനസ്സിലാക്കി
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാം, നമ്മുടെ സഭാ ചരിത്രത്തിൽ, ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വളരെ പ്രസക്തമായ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആക്ട്സ് 2 is a very significant, a very determinant chapter in the history of the church, history of Christianity. ക്രിസ്തീയതയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ 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 നിർണായകമായ ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. നമുക്കറിയാം, അവിടെയാണ് we are reading across the event of the പെന്തക്കോസ്റ്റ് സംഭവത്തെക്കുറിച്ച്, പെന്തക്കോസ്റ്റ് നാളിൽ ആദിമ സഭയിൽ, ആദിമ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്ന, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, so far we were studying on the community, on the individuals. നമ്മൾ വ്യക്തികളെ കുറിച്ച്, ഐസക്കിനെ കുറിച്ച്, എലൈജയെ കുറിച്ച്, ഏലിയാവിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുക, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. Now we are shifting to an individualistic experience, to a community experience. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ, see, the spirit of Christ or the spirit of God have been experienced by a community. ഒരു സമൂഹം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, ഒരു സമൂഹത്തിൽ ദൈവം ഇടപെടുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ മനസ്സിലാക്കലുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, in history events are consequential. നമ്മുടെ ചരിത്രത്തിൽ നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഭാഗമായിരിക്കുന്ന ചരിത്രത്തിൽ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള അനന്തര ഫല ഫലങ്ങളുണ്ട്. എവറി ഈവൻ I think the connection is ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ കണക്ഷൻ പോകുന്നുണ്ട്, കണക്ഷൻ പോയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Could you just take that phone, മമ്മിയുടെ ഫോണിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മുടെ വേദപുസ്തകത്തിൽ മാത്രമല്ല, സെക്യുലർ ഹിസ്റ്ററിയിലും നമ്മൾ പഠിക്കുമ്പോൾ, പൊതുവായ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, എല്ലാ സംഭവങ്ങൾക്കും അത് സംഭവിക്കുന്ന കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ അതിന് ശേഷവും, അതിൻ്റെ തൊട്ടടുത്ത ഭാവിയിലും, അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്കോ കാലങ്ങൾക്കൊക്കെയോ ശേഷവും അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സ്വാഭാവികമായിട്ടും സാധിക്കും. അതുകൊണ്ട് സംഭവങ്ങളെല്ലാം ഇങ്ങനെ കോൺസിക്വൻസ്, എല്ലാം തുടർച്ചകളാണെന്ന് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. See, Pentecost cannot be seen as an isolated event in the history of the church. ഈ പെന്തക്കോസ്ത് അനുഭവം, പെന്തക്കോസ്ത് സംഭവം ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇസഹാക്കിന്റെ കാലഘട്ടം തുടങ്ങിയോ, ഏലിയാവിന്റെ കാലഘട്ടം തുടങ്ങിയോ, ഇങ്ങോട്ട് പ്രവാചകന്മാരുടെ കാലഘട്ടം തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗതികമായ ഇഹലോക ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ തുടർന്ന് ഇങ്ങനെ വന്നിരിക്കുന്ന ചില സംഭവങ്ങളുടെ, ചില അനുഭവങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ട് വേണം നമുക്ക് പെന്തക്കോസ്തിനെ കാണാനായിട്ട്. അതുകൊണ്ട് ഒന്നും അതിൽ തന്നെ മറ്റൊന്നുമായി ബന്ധപ്പെടാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ, ഒരു സാങ്കേതികമായ സത്യമാണ്. Events are always consequential. See,
തിങ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ആർ ഓഫ് കോഴ്സ് റിലേറ്റഡ് ടു അതർ തിങ്സ്. എല്ലാം മറ്റുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഒറ്റ തിരിഞ്ഞും ഒറ്റയ്ക്കും ഒന്നും സംഭവിക്കുന്നില്ല. യു കനോട്ട് സിംപ്ലി സേ, സം പീപ്പിൾ വിൽ ട്രൈ ടു സേ പെന്തക്കോസ്റ്റ് ആസ് ആൻ എക്സ്ക്ലൂസീവ് ഇവന്റ്. ഇത് അപ്പോൾ മാത്രം സംഭവിക്കുന്ന, അപ്പോൾ മാത്രം അനുഭവിക്കുന്ന. അതുകൊണ്ട് സം ചേർച്ചസ് ആർ ഓൾസോ ക്ലെയിമിങ് എക്സ്ക്ലൂസീവ് ചർച്ചസ്. ചില സഭകളൊക്കെ പറയും ഞങ്ങൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ആവാസമുണ്ട്, അന്യഭാഷയുണ്ട്, വേർപാടുണ്ട്, അങ്ങനെയൊക്കെ പറയും. സി, ദിസ് ഈസ് വെരി ഇമ്പോസിബിൾ. ഈ പറഞ്ഞ ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ, അങ്ങനെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴും സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഫെയ്ത്ത് കനോട്ട് ബി എക്സ്ക്ലൂസീവ്. ബിക്കോസ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളുടെ, അനുഭവങ്ങളുടെ, ദൈവത്തിന്റെ ഇടപെടലുകളുടെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ പെന്തക്കോസ്റ്റ് ഈസ് പാർട്ട് ഓഫ് എ കോൺസിക്വൻഷ്യൽ ഈവൻസ് ഇൻ ദ സാൽവേഷൻ ഹിസ്റ്ററി. നമ്മുടെ രക്ഷാചരിത്രത്തില് ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനന്തര ഫലങ്ങൾ ഉളവാക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയായിട്ട് മനസ്സിലായി. എവ്രിതിങ് ഈസ് റിലേറ്റീവ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വി ആർ ലിവിങ് ഇൻ എ കണക്റ്റഡ് വേൾഡ്, ഇന്റർ കണക്റ്റഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒട്ടും മുറിച്ചൊന്നും ജീവിക്കാൻ ഒക്കത്തില്ല. ഒരു ഫാമിലി ആണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും നമുക്ക് ഒരിക്കലും അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട്. അതുകൊണ്ട് ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ വേദപുസ്തകം പഠിക്കുമ്പോഴും സൃഷ്ടിയാണെങ്കിലും പുറപ്പാടാണെങ്കിലും പ്രവാചക ശുശ്രൂഷകളാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരമാണെങ്കിലും ക്രൂശ് മരണമാണെങ്കിലും പുനരുത്ഥാനമാണെങ്കിലും പെന്തക്കോസ്ത് ആണെങ്കിലും അതിനുശേഷം ലോകത്തിന്റെ പലയിടങ്ങളില്, ദേശത്തിന്റെ പലയിടങ്ങളിൽ, പ്രപഞ്ചത്തിന്റെ പലയിടങ്ങളിൽ ഉണ്ടായ സഭകളും സംഭവങ്ങളും മൂവ്മെന്റും പ്രസ്ഥാനങ്ങളും ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു വലിയ തുടർച്ചയുടെ, ഒരു ഗ്രേറ്റ് കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. കാരണം ഗോഡ് കോൺസ്റ്റന്റ്ലി, കണ്ടിന്യൂസ്ലി ഇന്റർവീൻസ് ഇൻ ദ വേൾഡ്. ദൈവം നിരന്തരം, ദൈവം തുടർച്ചയായി ഈ ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഗോഡ് ഈസ് ഇൻ കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് ദിസ് വേൾഡ്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തോട് നിരന്തരമായ ബന്ധത്തിലാണ് ദൈവം. ആൻഡ് വി കനോട്ട് സീ എ മൊമെന്റ് ഇൻ ദ ഹിസ്റ്ററി വേർ ഗോഡ് ഈസ് ആബ്സെന്റ് ഇൻ ദ വേൾഡ്. ദൈവം ഒരിക്കൽ പോലും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കുന്ന, ലോകത്തിൽ അസാന്നിധ്യം ഇല്ലാതാകുന്ന ഒരു മൊമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇൻ എവ്രി മൊമെന്റ് ഓഫ് ദ വേൾഡ്, ഇൻ എവ്രി moment of the history, in every moment of the life, we see the presence of God in the world. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കാണാനായിട്ട്, because God constantly intervene in the affairs of this world. ഈ ലോകത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ദൈവത്തിന്റെ നിരന്തരമായ തുടർച്ചയായ ഇടപെടലുകളുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ പെന്തക്കോസ്തിന്റെ അനുഭവം. നമ്മൾ ഇതിന്റെ ഒരു കോൺസിക്വൻസസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ we see the resurrection. See, the world thought cross is an end. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച്, ശിഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ലോകം ചിന്തിച്ചത്, റോമാ സാമ്രാജ്യം ചിന്തിച്ചത്, യഹൂദ മത പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ചിന്തിച്ചത് ക്രോസ് ഈസ് ആൻ എൻഡ്. കുരിശ് എന്ന് പറയുന്നത് ഒരവസാനമാണ്. നോർമലി സൈഡ് ഓഫ് ദ ക്രോസ് വി സീ ദ റിസറക്ഷൻ. നമ്മൾ ഈ കുരിശിന്റെ മറുവശത്ത് നമ്മൾ കാണുന്നത് പുനരുത്ഥാനത്തെയാണ്. സീ
See, cross cannot be meaningful unless and until we understand the message of the resurrection. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമുക്ക് അർത്ഥവത്തായി തീരണമെങ്കിൽ, നമുക്ക് പ്രതീക്ഷയായി തീരണമെങ്കിൽ, നമുക്ക് നന്മയായി തീരണമെങ്കിൽ, നമുക്ക് ശക്തിയായി തീരണമെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പുനരുത്ഥാനം എന്ന് പറയുന്നത് കുരിശിന്റെ അതർ സൈഡ് ആണ്. See, the resurrection is the other side of the cross. ആ റിസറക്ഷനിൽ അവസാനിക്കുന്നില്ല. And you see as the ascension as the continuity of resurrection. പുനരുത്ഥാനത്തിൽ അവസാനിക്കുന്നില്ല. പുനരുത്ഥാനത്തിന്റെ തുടർച്ച നമ്മൾ കാണുന്നുണ്ട്. എവിടെ? സ്വർഗാരോഹണത്തിൽ, അല്ലെ? കാൽവറി ക്രൂശിൽ തച്ച് തകർക്കപ്പെട്ട് 3 നാൾ കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന് 3-ാം നാൾ ഒരു പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുന്നത് എവിടുന്നാണ്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം അവസാനത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് we see an ascending Lord, അല്ലെ? നമ്മൾ സ്വർഗാരോഹണം ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് പോയതുപോലെ മടങ്ങി വരും എന്ന് സഭയ്ക്ക്, ലോകത്തിന് ഉറപ്പ് നൽകുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. This is another consequential event. Ascension is another consequential event after the resurrection. അത് മാത്രമല്ല, and when you only see and then ascension കഴിഞ്ഞാൽ, then the significant event in the history of the church is Pentecost. സഭയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്താണ്? പെന്തക്കോസ്താണ്. പെന്തക്കോസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പുനരുത്ഥാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും ഒക്കെ തുടർച്ചയാണ്. See, the meaning, the power of the resurrection, the energy of the potential of the ascension is being experienced by the community through the event of Pentecost. പെന്തക്കോസ്തിന്റെ സംഭവത്തിലൂടെയാണ്, പെന്തക്കോസ്തിന്റെ ഈവന്റിലൂടെയാണ് ഈ ദൈവജനം, ഈ ശിഷ്യ സമൂഹം ഈ പുനരുത്ഥാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും ഒക്കെ ശക്തി അവർ അനുഭവിക്കുന്നു. പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി, സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി, ഊർജം, അതിന്റെ പ്രചോദനം, അതിന്റെ താല്പര്യങ്ങളൊക്കെ ഒരു സഭ, ഒരു ദൈവജനം അനുഭവിക്കുന്നത് പെന്തക്കോസ്താണ്. We see the advent or the distensionന്റെ മേൽ വിജയം നേടിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി ഒരു സമൂഹം, ആ ഒരു സമൂഹത്തിന്റെ മേൽ ആവസിക്കുന്നു, സമൂഹത്തിന്റെ മേൽ കടന്നു വരുന്ന ഒരു ആത്മീയമായ ഒരു ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന, വിശ്വാസത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയുടെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഫേസുകൾ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ഇടങ്ങളിൽ we see the power of God in its peak, and on the other side we see the power of God in its fragility. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതകൾ. Cross is a place where we see the fragility of the power of God. ദൈവശക്തിയുടെ ഈ ബലഹീനരുടെ മേൽ ആവസിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് നമുക്ക് കുരിശിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും, എല്ലാ മേഖലകളിലും, എല്ലാ സാഹചര്യങ്ങളിലും ദൈവജനത്തിന്റെ മേൽ ആവസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. So the Pentecost is an event where the power of God is made manifested on the people of God. ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ആവസിക്കുന്നു, ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നത്, the source of the power of God being distributed equally
to the people of God. ദൈവജനത്തിന്റെ മേൽ ഒരേപോലെ ദൈവത്തിന്റെ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ ശക്തി ഒരേപോലെ കടന്നു വരികയാണ്. ഒരേപോലെ എല്ലാവരും ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന, ദൈവത്തിന്റെ ശുശ്രൂഷകരായി പരിണമിക്കുന്ന, എല്ലാവരും പ്രസംഗകരായി തീരുന്ന, എല്ലാവരും ദൈവത്തിന്റെ ഭാഷ സംസാരിക്കുന്ന, എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Pentecost even should continuously inspire us to experience the power of God, the Spirit of God on us equally. എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ ആത്മാവ് വരണം, എല്ലാവരുടെയും മേൽ. അതുകൊണ്ട് നമ്മൾ താഴോട്ട് വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രഗത്ഭനെന്നോ വൃദ്ധനെന്നോ പ്രായമുള്ളവനെന്നോ. അതുകൊണ്ട് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഭാഗമൊക്കെ നമുക്ക് ആ താഴോട്ട് പത്രോസിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരുടെയും മേൽ. There should be a democracy of the Spirit of God on all the people. ഇതാണ് സഭ. ഇങ്ങനെ ആകണം, സഭ ഇങ്ങനെ ആവണം. അല്ലാതെ കുറച്ചു പേരിങ്ങനെ പഴമിഴി ഒരു മൂലയ്ക്ക് കൂടി ഇങ്ങനെ ഇരിക്കും. സഭയിൽ വരുമ്പോൾ we must all experience the Spirit of God. നമ്മുടെ കൂടുവരവുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഒരുമിച്ച്. ചിലരുടെ മനസ്സിൽ ഇപ്പോഴും മറ്റേ ആത്മാവായിരിക്കും. എന്തെല്ലാം മേളിൽ നിന്ന് വന്നാലും അകത്ത് കിടക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്. പകയുടെയും പിണക്കത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ആത്മാവ് അല്ലെ. അത് മാറണം. നമ്മളെല്ലാവരും we must all come to a common ground of the Spirit, of the experience of the Spirit of God. നമ്മൾ സഭ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്കെല്ലാം ഒരു പൊതു ആത്മാവിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഒരുമിച്ച് കൂടി പൊതുവായിട്ടൊരു പാട്ട് പാടുമ്പോൾ, പൊതുവായിട്ട് പ്രാർത്ഥിക്കും, പൊതുവായിട്ടുള്ള ലിറ്റർജി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ചിന്തകളൊക്കെ പൊതുവാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മളൊക്കെ ഒരാളെ നമുക്ക് വേണ്ടി പാട്ട് പാടുന്നു. നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് നമ്മളിങ്ങനെ വേറെ ചിന്തിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ആ സമയത്തുള്ള പ്രസംഗം നോക്കും. വേറൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ഇവിടെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവധിയൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം വളരെ ആക്റ്റീവ്, അവിടെ വരുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. നമ്മൾ we get distracted. See, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ we have common things to do. നമുക്ക് ചില പൊതു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഐക്യതപ്പെടുത്തുന്നു. സോ വി ഷുഡ് ഓൾ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഗോഡ് ഈക്വലി. നമ്മളെല്ലാവരും ഒരേപോലെ സമമായി ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം, നമ്മുടെ കൂടി വരവുകൾ. അപ്പോൾ ചർച്ച് ഷുഡ് ബിക്കം എ പ്ലേസ് ഓഫ് പെന്തക്കോസ്റ്റ്. സഭ പെന്തക്കോസ്തിന്റെ ഒരു സ്ഥലമാകണം. എന്താണ് പെന്തക്കോസ്ത്? എല്ലാവരുടെയും മേൽ ഒരേപോലെ, പ്രായ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, സ്റ്റാറ്റസ് വ്യത്യാസമില്ലാതെ, ഒരു വ്യത്യാസങ്ങളും, യാതൊരു വിവേചനങ്ങളും കൂടാതെ, യാതൊരു വ്യത്യാസവും കൂടാതെ ദൈവത്തിന്റെ ആത്മാവ് ഒരേപോലെ എല്ലാവരുടെയും മേൽ, എല്ലാവർക്കും ദൈവം കൊടുത്ത് സംസാരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ എല്ലാവരും ദൈവാത്മാവ് പറഞ്ഞതുപോലെ, ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ they all began to speak എന്നാണ് പറഞ്ഞത്. They all began to speak. എല്ലാവരും പ്രസംഗിക്കണം, എല്ലാവരും പറയണം. ആലോചിക്കുക, ഒരേ സമയം ഇങ്ങനെ 120 പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയാമോന്ന് അറിയത്തില്ല. ബട്ട് they had something to share. And the people who surrounded them have something to take, അല്ലെ, റിസീവ്. അവർക്ക് കേട്ടവർക്കൊക്കെ, അവിടെ കൂടി നിന്നവർക്കൊക്കെ എന്തൊക്കെയോ അതിൽ നിന്ന് ഏറ്റെടുക്കാനും അതിൽ നിന്ന് സ്വീകരിക്കാനായിട്ടുണ്ടായിരുന്നു. അല്ലോ, church is a place where people have something to share and people have something to take. നമുക്കൊക്കെ ചിലതൊക്കെ പങ്കുവയ്ക്കാനും ചിലതൊക്കെ സ്വീകരിക്കാനും ചിലതൊക്കെ ഏറ്റെടുക്കാനുമുള്ള സ്ഥലമാണ് സഭ. Do we have something to share? Are we taking something from the church? നമ്മൾ സഭയിൽ നിന്ന്, നമ്മുടെ കൂടിവരവിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്നൊക്കെ ഏറ്റെടുത്തുകൊണ്ട് do we have a pickup? അല്ലെ, എന്തെങ്കിലും എടുക്കാനുണ്ടോ നമുക്ക് സഭയിൽ നിന്ന്? എന്തെങ്കിലും കൊടുക്കാനുണ്ടോ സഭയ്ക്ക്? ഈ ദൈവാത്മാവിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ പ്രവൃത്തി അതാണ്. പ്രിപ്പയറിംഗ് പീപ്പിൾ ടു ഷെയർ ആൻഡ് ടു റിസീവ്. ഒരേ സമയം പങ്കുവയ്ക്കാനും ഒരേ സമയം സ്വീകരിക്കുവാനും ദൈവജനത്തെ, സമൂഹത്തെ സന്നദ്ധമാക്കുന്നു, സജ്ജമാക്കുന്നു ദൈവത്തിന്റെ ആത്മാവ്. If something is shared,
then there should be somebody to receive. ചിലതൊക്കെ സ്വീകരിക്കാനും ഉണ്ടാകണം, അല്ലെ? കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഒക്കെ ആ ഒരു അനുഭവം ഉണ്ടാകണം. ഇത്തരത്തിലും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ സഭ, ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ മേൽ വന്നപ്പോൾ, ദൈവജനത്തിന്റെ മേൽ വന്നപ്പോൾ, ഈ ശിഷ്യ സമൂഹത്തിന്റെ മേൽ വന്നപ്പോൾ അവരിലുണ്ടായ ഏറ്റവും വലിയ മാറ്റമായിരുന്നു. തങ്ങൾക്കൊന്നും ഷെയർ ചെയ്യാനില്ല, തങ്ങൾക്കൊന്നും ചെയ്യാനില്ല, തങ്ങൾക്കൊന്നും പങ്കുവെക്കാനില്ല. ഞങ്ങളൊക്കെ പേടിച്ച് അരണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ച് ഏതെങ്കിലുമൊക്കെ ഇടത്ത് ഒളിച്ചിരുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഒളിച്ചിരുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമുക്കൊന്നും ഒളിച്ചു ചെയ്യാനില്ല, നമുക്കൊക്കെ വെളിച്ചത്ത് ചെയ്യാനേ ഉള്ളൂ. യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നവരെ, ഇങ്ങനെ ഗുപ്തമായിരിക്കുന്നവരെ, ഇങ്ങനെ മറഞ്ഞിരിക്കുന്നവരെ, മറവുകളൊക്കെ പൊളിച്ച് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും, വെളിവിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെയൊക്കെ മറ്റുള്ളവർ കാണാനും കേൾക്കാനും ഒക്കെ സാധ്യമായ സാഹചര്യത്തിലേക്ക്, ഇടത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നമുക്കിവിടെ ഇൻവിസിബിൾ ആയിട്ട്, അദൃശ്യമായിട്ട്, രഹസ്യമായിട്ട് ഒന്നുമില്ല. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മേക്ക് എവറിത്തിങ് എവിഡന്റ് ആൻഡ് സോ പബ്ലിക്. സഭ, നമ്മുടെ ഐക്യം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് അത്തരത്തിൽ പൊതുവായതായിട്ട് തീരണം. നോക്കണം, ഒരു പെന്തക്കോസ്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പെന്തക്കോസ്ത് എന്ന ഈവന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ആഘാതങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ്. ആർ വി ട്രാൻസ്ഫോമിങ് ourselves as a പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റി? നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു പെന്തക്കോസ്റ്റ് സമൂഹമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവിക്കുന്നവർ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുവാനും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുവാനുമുള്ള സമൂഹമായിട്ട് മാറുന്നുണ്ടോ? ആർ വി എ കമ്മ്യൂണിറ്റി ദാറ്റ് ഷെയർ ആൻഡ് റിസീവ്? ചിലർ വിചാരിക്കുന്നത് വി ഹാവ് സംതിങ് ഓൺലി ടു ഷെയർ, ഞങ്ങൾക്ക് കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങൾ സം പീപ്പിൾ കം ആൻഡ് ഷെയർ. ഓ, ഐ ഹാവ് മണി, ഐ ഹാവ് ദിസ് തിങ്, സോ ഐ ഷെയർ. അവർ ഷെയറിംഗ് പൊസിഷനില്ല, അവർ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. വി ഡോണ്ട് നീഡ് ദാറ്റ് പീപ്പിൾ. നമ്മളുടെ ചില ആൾക്കാരുടെയൊക്കെ വിചാരം അതാണ്, ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സഭയ്ക്ക് ആവശ്യം വരുന്നു, സഭയ്ക്ക് ആവശ്യമുണ്ട്, ഞങ്ങളുടെ പണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും കൊള്ളാം, ഞങ്ങൾ ഇങ്ങനെ. യു ആർ ഫൂൾസ്. ഇഫ് യു ആർ നോട്ട് റിസീവിങ് എനിത്തിങ് ദ ചർച്ച്. ചില ആൾക്കാർക്ക് റിസീവിങ് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നു. ഞങ്ങൾ ഹാർവസ്റ്റ് വരുമ്പോൾ, സഭയുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾക്കുള്ളത് ഇങ്ങനെ കൊടുക്കും. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അതിങ്ങനെ സ്വീകരിക്കും. ആ സഭ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആ പള്ളിയെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ സഭ നമുക്ക് വേണ്ട. അങ്ങനെയല്ല സഭ ഉണ്ടാകുന്നത്. ഒരേപോലെ സ്വീകരിക്കുന്നു, കൊടുക്കുന്നവരും കൊടുക്കുന്നവർക്കും സ്വീകരിക്കാൻ കഴിയണം. സ്വീകരിക്കുന്നവർക്കല്ല കൊടുക്കാൻ പറ്റുള്ളൂ. യു ഹാവ് ടു റിസീവ് ഫ്രം സംവെയർ ടു ഷെയർ, അല്ലേ? നിങ്ങൾ ദൈവം നൽകുന്നതാണെന്നുള്ള വലിയ ബോധത്തോടു കൂടെ കൊടുക്കുമ്പോൾ, നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് അഹങ്കാരങ്ങളൊന്നും വേണ്ട. നിങ്ങളൊക്കെ വെറും ചാലകങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ദൈവം തമ്പുരാൻ തരുന്നു, നമ്മളെ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നു, ആർക്കൊക്കെയോ ഗുണം വരുന്നു. So Pentecost will transform, the Spirit of God will transform our community both as a sharing and receiving community. Receive ചെയ്യണം, റിസപ്ഷൻ ഉണ്ടാവണം, ചിലതൊക്കെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് കൊടുക്കാനുള്ളവരെയും വാങ്ങാനുള്ളവരെയും വേണം, നൽകാനുള്ളവരെയും സ്വീകരിക്കാനുള്ളവരെയും വേണം. പെന്തക്കോസ്റ്റിന്റെ നന്മ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ സഭ ഒരേ സമയം, അല്ലേ, സ്വീകരിക്കുന്ന മനസ്സുള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ. റിസപ്റ്റിംഗ് മെന്റാലിറ്റി ഉള്ളവർക്കേ ഷെയർ ചെയ്യാൻ പറ്റൂ. ദാറ്റ് I have received, freely received, freely given എന്ന് പറയുന്നതിനെ പോലെ. സപ്പോസ് നമ്മളൊക്കെ സൗജന്യമായിട്ട് സ്വീകരിച്ചു, സൗജന്യമായിട്ട് കൊടുത്തു. പക്ഷേ ആർ വി പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി? നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണോ? ഒരു കൂട്ടായ്മയുടെ ഭാഗമാണോ? അത് ചിന്തിക്കണം കേട്ടോ. ചിലരൊക്കെ അങ്ങനെ ഡിസ്റ്റന്റ് ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ സഭയിൽ. ഈ നാട്ടിലുമൊക്കെ ദൂരത്തും ആയിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. സഭ എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്നതാ, അല്ലയോ? ഈ 120 പേര് ഇവിടെ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്നാ പറഞ്ഞു. ഒരു സ്ഥലത്ത് കൂടിയിരുന്നു, പല സ്ഥലത്ത് കൂടിയിരുന്നു എന്നല്ല പറഞ്ഞത്. ആണോ? പല സ്ഥലത്ത് കൂടിയിരുന്ന് സൂം വഴിയായും ഗൂഗിൾ മീറ്റ് വഴിയായും അവർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ
എന്താണ്, പിളർന്നിരുന്ന അഗ്നിനാവുകൾ പോലെ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നാണോ വായിക്കുന്നേ? അല്ല, അവരൊരു സ്ഥലത്ത് കൂടിയിരുന്നു എന്നാ. ഒരു സ്ഥലത്ത് കൂടണം. ഒരു സ്ഥലത്ത് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആവാസമുണ്ട്. അത് മറന്നു പോകരുത്. ചിലപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷെ മനസ്സ് വെച്ചാൽ പറ്റും. മനസ്സ് വേണം. ഒരുമിച്ച് ഇടയ്ക്ക് കൂടണം. നമ്മൾ ഒരുമിച്ച് കൂടണം. നമ്മൾ പറയത്തില്ലേ, ഇടയ്ക്കൊന്ന് കൂടണം, അല്ലേ? കഴിഞ്ഞ റിട്രീറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിലർ പറഞ്ഞു, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വേണം, അല്ലേ? നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡാൻസ് കളിക്കണം, ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടി 2 പാട്ട് പാടണം, ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടി തിരക്കൊന്നും കൂടാതെ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് 2 സൊറയൊക്കെ പറഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടണം. എന്തൊരു നല്ല വാക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടണം. ചിലർക്ക് ഇടയ്ക്കും കൂടണ്ട, തലയ്ക്കും കൂടണ്ട, വല്ലപ്പോഴും കൂടണ്ട. നോ, വി ഷുഡ് ഷെയർ എ കോമൺ പ്ലേസ്. ഒരു പൊതുവിടം നമ്മൾ പങ്കുവെക്കണം. പെന്തക്കോസ് തുടങ്ങുന്നത് അവിടെ. ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്നാണ് വായിക്കുന്നത്. ഞാൻ ആ ഭാഗത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇന്നിപ്പോൾ നിർത്താനുള്ള സമയം, ആമുഖം പറഞ്ഞ് നിർത്താനുള്ള സമയമായി. അതുകൊണ്ട് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞത് പങ്കുവെക്കുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും സമൂഹമാണ്. പെന്തക്കോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പങ്കുവെക്കുന്നതും സ്വീകരിക്കുന്നതുമായ സമൂഹം. അതിന് നമുക്ക് കഴിയണം. ഷെയർ. അത് സന്തോഷമാകാം, നന്മയാകാം, സങ്കടമാകാം. ഷെയർ, celebrate and receive and construct a community, form a community. അതുകൊണ്ട് ഇതൊരു തുടക്കം, ഒരു പുതിയ തുടക്കമാണ് പെന്തക്കോസ്റ്റ്. പുതിയ ചിന്തയുടെ തുടക്കം, ഒരു പുതിയ സംവിധാനത്തിന്റെ തുടക്കം, ഒരു പുതിയ സമ്പ്രദായത്തിന്റെ തുടക്കം, ഒരു പുതിയ രീതിയാണ് പെന്തക്കോസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആമുഖമായ ചിന്ത നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ചർച്ച് ഷുഡ് ബി എ ഷെയറിങ് ആൻഡ് റിസീവിങ് കമ്മ്യൂണിറ്റി. നമുക്ക് ഷെയർ മാത്രം ചെയ്യുന്നവരെ വേണ്ട, നമുക്ക് റിസീവ് ചെയ്യുന്നവരെ വേണം. ഷെയർ ചെയ്യുന്നവർക്കും റിസീവ് ചെയ്യാനുണ്ട്, ഏറ്റെടുക്കാനുണ്ട്. പങ്ക് വെക്കുന്നവർക്കും ചിലതൊക്കെ ഏറ്റെടുക്കാനുണ്ട്, റിസീവ് ചെയ്യുന്നവർക്കും ചിലതൊക്കെ ഷെയർ ചെയ്യാനുണ്ട്, അല്ലേ? സ്വീകരിക്കുന്നവർക്കും ചിലതൊക്കെ പങ്കുവയ്ക്കാം. സമൂഹം അങ്ങനെ മാറണം, സഭ അങ്ങനെ മാറണം, ദൈവജനം അങ്ങനെ തന്നെ സ്വയം മനസ്സിലാക്കണം. നമ്മൾ ആരും വലിയവരൊന്നുമല്ല. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. വി ആർ സിംപ്ലി ദ ചാനൽസ് ആൻഡ് ദി ഏജൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ഗോഡ്. നമ്മുടെ സഭ ഇമ്മാനുവൽ CSI മലയാളം ചർച്ച് ഹൈദരാബാദ് ഇങ്ങനെ സഭയാകണം, പെന്തക്കോസ്ത് സഭയാകണം, ഒരിടത്ത് കൂടി വരുന്ന സഭയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി, വിവേചനങ്ങൾ കൂടാതെ അനുഭവിക്കുന്ന സഭയാണ്. അവിടെ വരുമ്പോഴാണ് നമ്മളിവിടെ ചുറ്റുപാടുകളിൽ മാറ്റം ഉണ്ടാകുന്നത്. അത് നമ്മളൊക്കെ ഈ ഒരു വലിയ തുടർച്ചയുടെ ഭാഗമാണ്. ചർച്ച് ഈസ് എ പാർട്ട് ഓഫ് എ ഡിവൈൻ കണ്ടിന്യൂറ്റി. ദൈവീയത്തിന്റെ തുടർച്ചയുടെ ഭാഗം. ഐ ആം പാർട്ട് ഓഫ് എ ഡിവൈൻ കണ്ടിന്യൂറ്റി, അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും പുതിയത് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. സി വാട്ട് വി ഡു ഇറ്റ് ന്യൂ. നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നതെല്ലാം ഒരു തുടർച്ചയുടെ ഭാഗമാണ്. ഇറ്റ്സ് നോട്ട് ന്യൂ, ഇറ്റ്സ് പാർട്ട് ഓഫ് എവറിത്തിങ്. ന്യൂ ഈസ് പാർട്ട് ഓഫ് എ കണ്ടിന്യൂറ്റി, ഒരു തുടർച്ചയുടെ ഭാഗം. അത് ഞങ്ങൾക്ക് ആ ബോധമുണ്ട്, നമുക്ക് ആ ബോധം ഉണ്ടാകണം. ഇതിൽ നമുക്ക് ആർക്കും ഒരു പ്രശംസ എടുക്കാനില്ല. ഇതെല്ലാം മുകളിൽ നിന്നുള്ള ദൈവത്തിന്റെ നടത്തിപ്പാണ്, ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ നയിക്കൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസ സമൂഹം, ഒരു പെന്തക്കോസ്ത് സമൂഹമായി കൊടുക്കാനും വാങ്ങാനും ഷെയർ ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സഭയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. ഇതെല്ലാം തുടങ്ങുന്നത്, it all begins with the advent of the spirit. ആത്മാക്കളിൽ സഭയിൽ വളരെ പരമപ്രധാനമാണ്. അതിന്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ, ഇന്നൊരു പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി നീ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പെന്തക്കോസ്തിന്റെ അനുഭവം കർത്താവെ എന്താണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ സഭ ഒരുമിച്ച് ഒരിടത്ത് കൂടി വരുമ്പോൾ കർത്താവെ, ആത്മാവിനെ സ്വീകരിപ്പാനും പകർന്നു കൊടുക്കുവാനുമുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുവാൻ, ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെയുള്ള കർത്താവെ വിവേകം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം കർത്താവെ കൂടി വന്നിരിക്കുന്ന നിന്റെ ജനത്തെ കർത്താവെ കുടുംബമായ വ്യക്തികളായിട്ട് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, നീ അവരോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ, അവരുടെ പ്രതികൂലമായ അവസ്ഥകളിൽ, അവരുടെ രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഭാരങ്ങളിലൊക്കെ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം നിശ്ചയമായും തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവരോടുള്ള ഞങ്ങളുടെ റെസൻമെന്റ്സ് ഒക്കെ മാറ്റിവെച്ച് കർത്താവെ, മറ്റുള്ളവരോട് ഞങ്ങൾ നീരസപ്പെടാതെ ദൈവകൃപയെ ഞങ്ങൾ ഒന്നാണെന്ന ചിന്തയിൽ കർത്താവെ എപ്പോഴും ജീവിപ്പാനും കർത്താവെ ആയിരിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനത്തിനനുസരിച്ചൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ അത്തരത്തിൽ ഒരുക്കുവാൻ തക്കവണ്ണം പ്രിയ പിതാവ് അവിടുന്ന് ഞങ്ങളെ വഴിയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലീജ ചേച്ചി പ്രാർത്ഥിച്ച ഹോസ്പിറ്റലിലായിരിക്കുന്ന നിന്റെ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അവർക്കൊരു വിടുതലായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പൂർണ്ണമായ വിടുതൽ കർത്താവെ ഇന്ന് പകൽക്കാലം നിന്റെ ദാസന്റെ മേൽ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല കർത്താവെ, സകലതും നിന്നാൽ സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവെ, പക്ഷപാതക്കാരനെ നിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം കൊടുത്ത ദൈവമാ കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെയുള്ളവർ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം പ്രിയ പിതാവ് ഇന്ന് പകൽക്കാലം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഒന്നും ഓർക്കരുതേ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളെ ഒന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാലോ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഗ്രഹിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുമശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും പ്രിയമുള്ളവരെ നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ വിഷയങ്ങളോടും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മിഥുൻ, സങ്കീർത്തനം വായിച്ച നിതിൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ലീജ, ഇവരോടുള്ള പ്രത്യേക നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ VBS നടക്കുകയാണ്. 10, 11, 12, 13 തീയതികളിൽ നമ്മുടെ VBS ആണല്ലോ. അപ്പം അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ, ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നു. അതിനുശേഷമുള്ള വെള്ളിയാഴ്ച നമുക്കെല്ലാവർക്കും
കൂടി വരാം എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വീണ്ടും കാണുന്നവരെയും കാക്കട്ടെ, പരിപാലിക്കട്ടെ. നാട്ടിൽ നിന്ന് നമ്മുടെ മേരി ജോൺ ആൻറ്റി കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആൻറ്റിയെ പ്രത്യേകം അക്നോളജ് ചെയ്യുന്നു. നാട്ടിലാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നല്ലോ. ആൻറ്റിക്ക് പ്രത്യേകം താങ്ക്സ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. Thank you, Acha. Thank you, sir. Thank you, sir. Thank you. Bye. Thank you. Dhoni. Thank you. Bye. Innathu.